ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് മേധാവി DGP വിരമിക്കാനിരിക്കെ അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്ക് DGP സ്ഥാനത്തേക്ക് ആര് വരും എന്നുള്ള ഒരു മത്സരത്തിലാണ് ഇപ്പോൾ പോലീസ് ADGP അടക്കമുള്ള ആളുകൾ. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ളവരുടെ പട്ടികയിൽ ADGP റാങ്കിലുള്ളവരുടെയും പട്ടിക പരിഗണിക്കാനായി സമ്മർദ്ദം തുടരുന്നു നമ്മുടെ കേരള സർക്കാർ. 30 വർഷത്തെ സർവീസും DGP റാങ്കും ഇല്ലാത്തവരെ പരിഗണിക്കാനാവില്ല എന്ന UPC നിലപാടിനെതിരെയാണ് ആഭ്യന്തര വകുപ്പിന്റെ നീക്കം. എന്നാൽ ADGP റാങ്കിലുള്ളവരെയും നേരത്തെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് സർക്കാർ വാദം. അതേസമയത്ത് കേന്ദ്രം ആവശ്യപ്പെട്ട ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്തയെ വിജിലൻസ് അന്വേഷണ വസ്തുതാ റിപ്പോർട്ടിന്മേൽ സംസ്ഥാന സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. സംസ്ഥാനത്തിന്റെ അടുത്ത പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ 6 പേരുകൾ കേരളം നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശം കേന്ദ്രത്തിന് മുമ്പാകെയാണ് വെച്ചിട്ടുള്ളത്. ഒന്നാമതായി DGP റാങ്കിലുള്ള നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത, മനോജ് എബ്രഹാം. ഇതിനൊക്കെ പുറമെ ADGP റാങ്കിലുള്ള സുരേഷ് രാജ് പുരോഹിത്, MR അജിത് കുമാർ, ഇവരൊക്കെയാണ് കേരളത്തിന്റെ പട്ടികയിലുള്ള ഉദ്യോഗസ്ഥർ. ഇതിൽ സംസ്ഥാന പോലീസ് മേധാവിയാവാൻ പരിഗണിക്കപ്പെടുന്നവരുടെ ചുരുക്കപ്പട്ടികയിൽ MR അജിത് കുമാറും അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. അതൊരാവശ്യം തന്നെയാണ്. പണ്ട് മുതലേ നമ്മുടെ സർക്കാരിന്റെ വലം കൈയാണ് MR അജിത് കുമാർ. ഇതിനിടെയാണ് DGP റാങ്കിലുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ യോഗേഷ് ഗുപ്തയെ ഒഴിവാക്കി ആ സ്ഥാനത്തേക്ക് അജിത് കുമാറിന്റെ സ്ഥാനം ഉറപ്പിക്കാനുള്ള ശ്രമം നമ്മുടെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് നടത്തുന്നുണ്ടെന്നുള്ള ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട്. അപ്പോഴാണ് 30 വർഷത്തെ സർവീസും DGP റാങ്കുമില്ലാത്തവരെ പരിഗണിക്കാനാവില്ല എന്ന് UPSC നേരത്തെ നിലപാടെടുത്തിരുന്നത്. ആ നിലപാട് മറികടന്നാണ് MR അജിത് കുമാറിന്റെ പേര് ഉയർത്തിക്കൊണ്ടുവരാനുള്ള കേരള സർക്കാരിന്റെ ശ്രമം, അല്ലെങ്കിൽ ഒരു സമ്മർദ്ദമാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർക്കാർ നൽകിയ പട്ടികയിൽ നിന്ന് 3 പേരുടെ ചുരുക്കപ്പട്ടിക UPSC ഉടൻ തയ്യാറാക്കും. അതിൽ MR അജിത് കുമാറും വേണമെന്നാണ് സർക്കാർ ആവശ്യം. സർക്കാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആവശ്യം. ADGP ആയിരുന്ന അനിൽ കാന്ത് സംസ്ഥാന പോലീസ് മേധാവിയായ സാഹചര്യവും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം യോഗേഷ് ഗുപ്ത കേന്ദ്ര അന്വേഷണ ഏജൻസിയിലെ മേധാവിയായി പോകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ കേന്ദ്രം ആവശ്യപ്പെട്ട വിജിലൻസ് വസ്തുതാ അന്വേഷണ റിപ്പോർട്ട് സർക്കാർ ഇതുവരെ കൈമാറിയിട്ടുമില്ല. ഇക്കാര്യം ആവശ്യപ്പെട്ട് കേരളത്തിനോട് കേന്ദ്രം 8 തവണ കത്തയച്ചിട്ടും നമ്മുടെ സർക്കാർ മൗനം തുടരുകയാണ്. ഇങ്ങനെ ആ റിപ്പോർട്ട് അയച്ചു കഴിഞ്ഞാൽ അദ്ദേഹമായിരിക്കും അടുത്ത പോലീസ് മേധാവി സ്ഥാനത്തേക്ക് കേന്ദ്രം നിർദ്ദേശിക്കുക എന്ന് കൃത്യമായും നമ്മുടെ സർക്കാരിന് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ റിപ്പോർട്ടുകൾ അയക്കാതിരുന്നത്. കേരളത്തിന്റെ ആവശ്യം എന്താണ്? ADGP അജിത് കുമാർ, MR അജിത് കുമാർ കേരളത്തിലെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് വരണമെന്നുള്ള ആ ഒരൊറ്റ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത്രയും കടുംപിടുത്തങ്ങൾ കേന്ദ്ര സർക്കാർ പിടിക്കുന്നത്. അങ്ങനെ ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ പോലീസ് മേധാവിയാക്കാൻ UPSC തൽക്കാലം ആ പേരുകൾ പരിഗണിക്കുന്നില്ല. എന്ന് വെച്ചാൽ 30 വർഷത്തെ സർവീസും ADGP സർവീസും വേണം. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ പരിഗണിക്കില്ല എന്ന് UPSC പറഞ്ഞത്. എന്നാൽ കേന്ദ്ര സർക്കാർ പരിഗണിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുകയാണ്. അതിന്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാകാവുന്നതേയുള്ളൂ. എന്തിനാണ് ഇത്രമേൽ സമ്മർദ്ദം ചെലുത്തുന്നതെന്ന്. MR അജിത് കുമാർ മുൻപ് പൂരം കലക്കൽ മുതൽ RSS മേധാവിയെ പോയി രഹസ്യമായി കണ്ട കാര്യങ്ങൾ മുതൽ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. കൂടാതെ തിരുവനന്തപുരത്ത് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ച് കോടിക്കണക്കിന് രൂപയുള്ള സ്വത്തുക്കൾ വാങ്ങി അവിടെ വലിയൊരു കൊട്ടാരം പോലൊരു വീട്, അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് പോലൊരു വീട് വെക്കുന്നതിനെ കുറിച്ചും കേരളത്തിലെ ജനങ്ങളെല്ലാവരും അറിഞ്ഞത് തന്നെയാണ്. ഇതിനെതിരെ ഒന്നും ഒരു ചെറുവിരല് പോലും അടക്കാൻ സമ്മതിക്കാതെയും ഒരു അന്വേഷണം പോലും നടത്താതെയും നിരുപാധികം കേസിൽ നിന്നെല്ലാം പിന്മാറ്റിയ MR അജിത് കുമാറിനോട് കേരളത്തിന് ഇത്രമേലുള്ള സ്നേഹം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
അപ്പോൾ നമുക്ക് ഈ പേരുകളിൽ നിന്ന് ആരെയായിരിക്കും UPSC പരിഗണിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം.